साथियों, अभी 2 दिन पहले मैं कनाडा में G7 समिट के लिए वहां था और अमेरिका के राष्ट्रपति ट्रंप ने मुझे फोन किया। उन्होंने कहा कि अब कनाडा तो आए ही हैं तो वाशिंगटन होकर के जाइए, साथ में खाना खाएंगे, बातें करेंगे। उन्होंने बड़े आग्रह से निमंत्रण दिया। मैंने अमेरिका के राष्ट्रपति को कहा कि आपका निमंत्रण के लिए धन्यवाद, मुझे तो महाप्रभु की धरती पर जाना बहुत जरूरी है. പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഒഡീഷ സന്ദർശനവേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യവും പശ്ചാത്തലവും എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി ഒഡീഷയിൽ വെച്ച് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചുവെങ്കിലും പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വരേണ്ടതുകൊണ്ട് ആ ക്ഷണം താൻ നിരസിച്ചുവെന്നാണ്. ഇത് കേൾക്കുമ്പോൾ ലളിതമായ ഒരു കാര്യമായി തോന്നാമെങ്കിലും സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള നയതന്ത്രപരമായ സംഭാഷണങ്ങൾ പ്രധാനമന്ത്രിമാർ പരസ്യമാക്കാറില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മോദി ഇതിപ്പോൾ വെളിപ്പെടുത്തിയത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇതിന് ഒരു പ്രധാന കാരണം ട്രംപിന്റെ മുൻകാല അവകാശവാദങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവയുദ്ധം നടക്കുമായിരുന്നെന്നും തന്റെ ഇടപെടൽ കാരണമാണ് ആ യുദ്ധം ഒഴിവായതെന്നും ഇതിനായി താൻ ട്രേഡ് ഒരു ആയുധമായി ഉപയോഗിച്ചുവെന്നും ട്രംപ് പലതവണ പരസ്യമായി അവകാശപ്പെട്ടിരുന്നു. ഈ അവകാശവാദങ്ങളെ ഇന്ത്യ ശക്തമായി തള്ളിക്കളഞ്ഞിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ട്രംപിന്റെ ഈ വാദങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് പരസ്യമായി നിഷേധിക്കുകയുണ്ടായി. ഇന്ത്യ മധ്യസ്ഥത ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി മോദി ട്രംപിനോട് ഫോണിൽ നേരിട്ട് പറഞ്ഞിരുന്നു. എന്നിട്ടും ട്രംപ് ഈ അവകാശവാദങ്ങൾ ആവർത്തിച്ചതുകൊണ്ട് മോദിക്ക് പരസ്യമായ ഒരു മറുപടി നൽകേണ്ടിവന്നു. ഇത് ട്രംപിന്റെ സ്വയം മഹത്വവൽക്കരണ ശ്രമങ്ങൾക്കുള്ള ഒരു വ്യക്തമായ മറുപടിയും ഇന്ത്യയുടെ വിദേശനയത്തിന്റെ കരുത്തും സ്വാതന്ത്ര്യവും ലോകത്തിനു മുന്നിൽ സ്ഥാപിച്ചെടുക്കുന്ന ഒരു നീക്കവുമായിരുന്നു. കൂടാതെ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങൾക്കും സാംസ്കാരിക പ്രാധാന്യത്തിനും മോദി നൽകുന്ന ഊന്നലും ഇതിലൂടെ വ്യക്തമാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം നിരസിച്ചുകൊണ്ട് ഭുവനേശ്വർ സന്ദർശനത്തിന്, പുരി ജഗന്നാഥ ക്ഷേത്ര സന്ദർശനത്തിന് പ്രാധാന്യം നൽകി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മീയവും സാംസ്കാരികവുമായ മൂല്യങ്ങൾക്ക് മോദി നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നു. ഇത് രാജ്യത്തിനകത്ത് വലിയ ജനപിന്തുണ നേടാനും സഹായിക്കുന്ന ഒന്നാണ്. ഏറ്റവും പ്രധാനമായി ഇന്ത്യ-US ബന്ധങ്ങളിൽ ഇന്ത്യയുടെ പരമാധികാരം എടുത്തുകാണിക്കാനും ഇതുപകരിച്ചു. ഇതിനിടെയാണ് പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി ശുപാർശ ചെയ്തുവെന്ന വാർത്ത വരുന്നത്. ഇത് കേവലം ഒരു ശുപാർശയല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ തന്ത്രമാണ്. ട്രംപിന്റെ വ്യക്തിപരമായ താൽപര്യങ്ങളെയും പ്രശംസയോടുള്ള അദ്ദേഹത്തിന്റെ ആസക്തിയെയും മുതലെടുത്ത് ലോകബാങ്ക്, IMF തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ നേടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം തടഞ്ഞത് ട്രംപിന്റെ ഇടപെടൽ മൂലമാണ് എന്ന പാകിസ്ഥാന്റെ വാദം ട്രംപിന്റെ അഹങ്കാരത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു നീക്കം മാത്രമാണ്. ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഈ നീക്കങ്ങൾ വരാനിരിക്കുന്ന US ഇടക്കാല തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ളതാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാമെന്ന വാഗ്ദാനം പാലിക്കാത്തതിനും ഇപ്പോൾ ഇസ്രായേൽ-ഇറാൻ സംഘർഷം വഷളാക്കിയതിനും അദ്ദേഹത്തിന് ജനങ്ങളോട് മറുപടി പറയേണ്ടിവരും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം തടഞ്ഞു, മറ്റ് പല സമാധാന കരാറുകൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് മുഖം രക്ഷിക്കാനും താൻ ഒരു വലതുപക്ഷ നേതാവായതുകൊണ്ടാണ് തനിക്ക് നോബൽ സമ്മാനം ലഭിക്കാത്തതെന്ന് വരുത്തിത്തീർക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു. ഒരുപക്ഷെ ഇറാനിൽ വരാനിരിക്കുന്ന സൈനിക നടപടികൾക്ക് ഒരു മുൻകൂർ ന്യായീകരണം കണ്ടെത്താനും ഇത് സഹായിച്ചേക്കാം. ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ എടുത്തുകാണിക്കുന്നു. ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കുന്നില്ലെന്ന് സ്വന്തം ഇന്റലിജൻസ് മേധാവി പറഞ്ഞപ്പോൾ ട്രംപ് അത് തെറ്റാണെന്ന് പരസ്യമായി തള്ളിക്കളഞ്ഞു. താൻ തെരഞ്ഞെടുത്ത ആളുകളുടെ റിപ്പോർട്ടുകൾ പോലും അദ്ദേഹം നിഷേധിക്കുന്നു. പാകിസ്ഥാനെ ഒരു കാലത്ത് വിമർശിച്ച ട്രംപ് ഇപ്പോൾ അതേ പാകിസ്ഥാനിൽ നിന്ന് നോബൽ ശുപാർശ സ്വീകരിക്കുന്നത് വിരോധാഭാസമാണ്. ഇന്ത്യ-US ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരു രാജ്യങ്ങൾക്കും ഈ ബന്ധം വളരെ പ്രധാനമാണ്. ട്രംപിന് ഈ ബന്ധങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ അനുകൂല നിലപാട് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടം ട്രംപിന്റെ വ്യക്തിത്വം മനസ്സിലാക്കി അദ്ദേഹത്തെ പ്രശംസിച്ച് സാമ്പത്തിക സഹായങ്ങൾ നേടാൻ ശ്രമിക്കുന്നുവെന്നത് വ്യക്തമാണ്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ഒഡീഷയിലെ പ്രസ്താവന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയും ഇന്ത്യയുടെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്ന നയതന്ത്ര നീക്കവുമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം ശക്തമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.